എങ്ങനെയാണ് ഫെസ്റ്റിയിൽ പ്രോഗ്രാംസ് ആഡ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ പ്രോഗ്രാംസിന്റെ പേജിലേക്ക് പോകാം. പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ നേരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് പ്രോഗ്രാംസ് കയറ്റാം. നമുക്ക് നേരെ പ്രോഗ്രാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഗ്രാം ആഡ് ചെയ്യുന്ന സമയത്ത് പല ഡീറ്റെയിൽസും കൊടുക്കാനുണ്ടാവും ആ പ്രോഗ്രാമിന്റെ. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി വരാം. ആദ്യമായി ബേസിക് ഡീറ്റെയിൽസിൽ പ്രോഗ്രാം കോഡ്. പ്രോഗ്രാം കോഡ് എന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിനെ യൂണീക്ലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. അതായത് ഇപ്പോൾ ജൂനിയർ വിഭാഗത്തിലെ ഒരു സോങ് എന്നുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ JN01, ഇനി അടുത്ത സോങ് ഇംഗ്ലീഷ് JN02, 03, അങ്ങനെ. അതുപോലെ ഇനിയിപ്പോൾ സീനിയർ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് സീനിയർ വിഭാഗത്തിലേക്ക് വേണമെങ്കിൽ SN വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു പ്രോഗ്രാം കോഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടിങ് ഒരു F01 എന്നുള്ള ഒരു പ്രോഗ്രാം കോഡ് കൊടുക്കാം. നെക്സ്റ്റ് പ്രോഗ്രാം നെയിം നമുക്ക് സോങ് ഇംഗ്ലീഷ് കൊടുക്കാം. ഇനി പ്രോഗ്രാം ടൈപ്പ്, അതായത് പ്രോഗ്രാം രണ്ട് ടൈപ്പാണ് ഇതിലുള്ളത്, ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ ഗ്രൂപ്പ് ആണെങ്കിൽ ഓരോ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കുട്ടികൾ പങ്കെടുക്കുക. ഒരു ഗ്രൂപ്പ് 3-4 കുട്ടികൾ ഉണ്ടാവും, അതുപോലെ അടുത്ത ഗ്രൂപ്പിൽ 3-4 കുട്ടികൾ, അതുപോലെ ഗ്രൂപ്പുകളായിട്ടായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. അടുത്തത് ജഡ്ജ്മെന്റ് ടൈപ്പ്. ജഡ്ജ്മെന്റ് ടൈപ്പ് എന്നുള്ളത് മാനുവൽ റിസൾട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, മാനുവൽ സ്കോർ, മാനുവൽ ജഡ്ജ്മെന്റ്. മാനുവൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ആഡ് ചെയ്യാന്നുള്ളത്. അതായത് അഡ്മിൻസ് റിസൾട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നേരെ ഫസ്റ്റ് ആരാണ് സെക്കൻഡ് ആരാന്നുള്ളത് നേരെ ആഡ് ചെയ്യുക. അതുപോലെ ഗ്രേഡ് അവർക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ മാനുവൽ സ്കോർ ആണെന്നുണ്ടെങ്കിൽ ജഡ്ജസിന്റെ സ്കോർ നേരെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതായത് ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് സ്കോർ ആഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ അടുത്ത വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജസിന്റെ സ്കോറുകൾ ആഡ് ചെയ്തതിനാൽ ഓട്ടോമാറ്റിക് റിസൾട്ട് കാര്യങ്ങൾ അതിൽ നിന്ന് സൈറ്റ് തന്നെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരും. മൂന്നാമതായിട്ട് ഓൺലൈൻ ജഡ്ജ്മെന്റ് ഉണ്ട്. അതായത് ജഡ്ജസിന് സെപ്പറേറ്റ് പോർട്ടൽ ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ജഡ്ജസിന് ആക്സസ് ഉണ്ടാവും, അവർക്ക് അതിലൂടെ പോയിന്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പോയിന്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന്റെ ശേഷം ഇവിടുന്ന് അഡ്മിൻ ഒന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതുപോലെ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരും. അതാണ് ഓൺലൈൻ ജഡ്ജ്മെന്റ്. നോർമൽ പ്രോഗ്രാംസിനൊക്കെ മാനുവൽ റിസൾട്ട് തന്നെ മതിയാവും. മറ്റൊന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്നതിന് നമുക്ക് ഓൺലൈൻ ജഡ്ജ്മെന്റ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ കാറ്റഗറി, ഈ പ്രോഗ്രാം ഏത് കാറ്റഗറിക്കുള്ളതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ പ്രോഗ്രാം കളക്ഷനെ കുറിച്ച് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം ഏത് സ്റ്റേജ്, നൺ സ്റ്റേജ്, പിന്നെ അതുപോലെ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിനെ കാറ്റഗറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കാറ്റഗറൈസ് ചെയ്ത് അവിടെ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിടാം. ഇവിടെ താഴെ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രോഗ്രാം സ്റ്റേജ് ആണെന്ന് കൊടുക്കാം. അതുപോലെ കൺസെപ്റ്റ് നോട്ട്, പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് നോട്ട് എന്താണ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഗ്രാം എങ്ങനെ കുട്ടികൾ പങ്കെടുക്കണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. അതേപോലെ സ്കില്ല്, നമുക്ക് ഫെസ്റ്റിൽ സ്കില്ലുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം എന്തൊക്കെ സ്കില്ലുകളാണുള്ളത്, നമുക്ക് വേണമെങ്കിൽ സോങ് ആണല്ലോ, അപ്പോൾ സോങ് സ്കില്ല് കൊടുക്കാം. ഇപ്പോൾ മറ്റേതെങ്കിലും പരിപാടി 2-3 സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 സ്കില്ല് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞു രജിസ്ട്രേഷൻ സെറ്റിംഗ്സ് ആണ്. അതായത് ഈ പ്രോഗ്രാം ഇപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കണോ, ഇപ്പൊ തന്നെ ഓപ്പൺ ആകുന്നുണ്ട്, ഓപ്പൺ നോ കൊടുക്കാം. ഇനി ടോപ്പിക് രജിസ്ട്രേഷൻ, നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ ടോപ്പിക് രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് കുട്ടികളെല്ലാവരും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് രജിസ്ട്രേഷൻ റിക്വയർ ചെയ്യാം. ശേഷം ടോപ്പിക് രജിസ്ട്രേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസും ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റൂൾസ് നമുക്ക് ജനറൽ സെറ്റിംഗ്സിൽ കാണാൻ കഴിയും. ഇവിടെ കോൺഫിഗറിൽ പോയി ജനറൽ സെറ്റിംഗ്സിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തു, ശേഷമാണ് ഇപ്പോൾ ടീം മാനേജേഴ്സിന് തോന്നുന്ന കുട്ടിയെ ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലും മെഡിക്കൽ റീസൺ അല്ല അങ്ങനെ എന്തുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പ്രോഗ്രാമിന് അലോ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ പാർട്ടിസിപ്പൻറ്റ് സെറ്റിംഗ്സ് ആണ്.
ഈ പ്രോഗ്രാമിന് എത്ര കുട്ടികൾ പങ്കെടുക്കണം, എത്ര കുട്ടികൾ പങ്കെടുക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ചില പരിപാടിക്ക് ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെയൊക്കെ നമുക്ക് വേണ്ട നേരെ നോ ലിമിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടും 0 ആയിട്ട് കാണാൻ കഴിയും. ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം എത്ര കുട്ടികൾ ഒരു ടീമിൽ നിന്ന് പങ്കെടുക്കണം. ഇപ്പോൾ മിനിമം 2 കുട്ടികൾ ഓരോ ടീമിൽ നിന്ന് പങ്കെടുക്കണം. അതുപോലെ മാക്സിമം 4 കുട്ടികളെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മിനിമം മാക്സിമം 2 തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. ഓക്കെ. പിന്നെ താഴെ ഓപ്ഷൻ കാണാൻ കഴിയും ഓൾ ടീംസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അതായത് എല്ലാ ടീമത്തെ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുമോ? ഡിഫോൾട്ട് ആയിട്ട് ടിക്കാണ്. ഇപ്പോൾ ഏതെങ്കിലും 2-3 ടീമത്തെ കുട്ടികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്തിട്ട് ആ ടീമുകൾ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇതിൽ കാണാൻ കഴിയും ഓൺലി ദ പ്രോഗ്രാം കാറ്റഗറി ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഈ പ്രോഗ്രാമിന്റെ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല മറ്റ് കാറ്റഗറിയിലെ ആളുകൾക്കും പങ്കെടുക്കും. ഇപ്പോൾ ജനറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, അത് മറ്റ് കാറ്റഗറിയിലെ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ബാക്കി ഏതൊക്കെ കാറ്റഗറി എന്നുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ടിക്ക് കൊടുക്കാം. ഇനി ഓൾ സെക്ഷൻസ്, നേരത്തെ നമ്മൾ സെക്ഷൻ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ സെക്ഷനത്തെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് സെക്ഷൻ ലിമിറ്റ് കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. അടുത്തായിട്ട് സ്കോർ സെറ്റിംഗ്സ് ആണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ സ്കോർ ക്രൈറ്റീരിയകൾ എങ്ങനെയാവാം. നമ്മൾ പൊസിഷൻ ക്രൈറ്റീരിയ, ഗ്രേഡ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പ്രോഗ്രാമിന് പൊസിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്താൽ മതി. അതുപോലെ ഗ്രേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ താഴെ ഏത് പൊസിഷൻ ക്രൈറ്റീരിയ ആണ് ഈ പ്രോഗ്രാമിന് സെലക്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. നോ പൊസിഷൻ ക്രൈറ്റീരിയ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത പൊസിഷൻ ക്രൈറ്റീരിയ ഇവിടെ വരും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേണ്ട പൊസിഷൻ ക്രൈറ്റീരിയ, ഗ്രേഡ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. താഴെ പൊസിഷൻ കാൻഡിഡേറ്റ് പോയിന്റ് പെർസെൻറ്റേജ് കാണാൻ കഴിയും. അതായത് ഈ പൊസിഷനിൽ നിന്ന് കാൻഡിഡേറ്റിന് എത്ര പെർസെൻറ്റേജ് പോയിന്റ് ആണ് വരുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൽ 10 പോയിന്റ് ആണ് ഫസ്റ്റ് എന്ന പൊസിഷൻ കിട്ടിയിട്ട് ഈ പ്രോഗ്രാമിന് ഈ കാൻഡിഡേറ്റിന് ലഭിച്ചത്. അപ്പൊ ഈ കാൻഡിഡേറ്റിന് ആ 10 പോയിന്റും കാൻഡിഡേറ്റിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 100% ആയി കൊടുക്കാം. ഇനി അല്ല നമുക്ക് 50% മതി, അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് തീരെ പോയിന്റ് പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 0% ആയിട്ട് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ടീമിന് പോയിന്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ആയി കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0% ഒക്കെ ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് പോയിന്റ് പെർസെൻറ്റേജും ടീം പോയിന്റ് പെർസെൻറ്റേജും നമുക്ക് ഗ്രേഡിലും കൊടുക്കാൻ പറ്റും. പൊസിഷനിൽ സെറ്റ് ചെയ്ത പോലെ ഗ്രേഡിലും സെറ്റ് ചെയ്യാൻ പറ്റും. താഴെ കോൾ ലെറ്റർ സെറ്റിങ്സ് കാണാൻ കഴിയും. അതായത് നമുക്ക് പ്രോഗ്രാമിന് കോൾ ലെറ്റർ ജനറേറ്റ് ചെയ്യണം. കോൾ ലെറ്റർ ജനറേഷന്റെ റൂൾസ് കാര്യങ്ങളാണ്. നമുക്ക് കോൾ ലെറ്റർ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് 10 പാർട്ടിസിപ്പൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാമിന് മുമ്പായിട്ട് നമുക്ക് ABCD ഇതുപോലെ കോൾ ലെറ്റേഴ്സ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലെറ്റേഴ്സ് ആണോ നമ്പേഴ്സ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ശേഷം എങ്ങനെയാണ് ഇപ്പോൾ ചില സ്പോർട്സ് പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവും. സ്പോർട്സ് പ്രോഗ്രാമിന്റെ സമയത്ത് നമുക്ക് എത്ര ടീമുകളായിരിക്കും ഈ കേട്ടോ. നമുക്ക് സ്പോർട്സ് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഏത് ടീമാണ് ഫസ്റ്റ് വരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഓർഡർ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് താഴെ ഓർഡർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ആദ്യം ആൽഫ ടീം വരണം, അത് നമുക്ക് ആഡ് ചെയ്യാം. ശേഷം ബ്ലൂ ടീമാണ് വരേണ്ടത്, അത് നമുക്ക് ആഡ് ചെയ്യാം. ശേഷം അടുത്ത ടീം റെഡ് ഹൗസ് വരണം, അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്താം. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോഗ്രാം നേരെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ കോൾ ലെറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോൾ ലെറ്റർ ജനറേഷൻ്റെ സമയത്ത് ഈ റൂൾസ് പ്രകാരമായിരിക്കും കോൾ ലെറ്റർ ജനറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അല്ല നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ജസ്റ്റ് കോൾ ലെറ്റർ റാൻഡം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ കോൾ ലെറ്റർ ജനറേഷൻ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ. സേവ് കൊടുക്കാം. ഇപ്പോൾ പ്രോഗ്രാം ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതേ പ്രോഗ്രാം എങ്ങനെ ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ നോക്കാം. ബൾക്കായിട്ട് ആഡ് ചെയ്യണത് വളരെ സിമ്പിൾ ആണ്. ഇമ്പോർട്ട് കൊടുക്കാം. ഇമ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ സാമ്പിൾ എക്സൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാമ്പിൾ ആയിട്ടുള്ള എക്സൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം.
ഇവിടെ മാപ്പ് ആയിട്ടില്ലാണ്ട് ജസ്റ്റ് നമ്മളൊന്ന് മാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോഗ്രാം ടൈപ്പ് ഇവിടെ കാറ്റഗറി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രിവ്യൂ കൊടുക്കാം. എല്ലാ പ്രോഗ്രാമിന്റെയും പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ, ഇവിടെ 60 പ്രോഗ്രാംസ് സേവ് ആയത് കാണാൻ കഴിയും. പോയിട്ട് പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.